നമസ്കാരം. ടോപ്പ് സിംഗറിന് ഒരു ടോപ്പ് കയ്യടി, പ്രേക്ഷകരെ ഭാഗത്തു നിന്ന് ഒരു ടോപ്പ് കയ്യടി. നമുക്ക് ഇതിൻ്റെ റിവ്യൂലേക്ക് കിടക്കാം. ഇതിൻ്റെ റിവ്യൂലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്ന് ആദ്യമായിട്ട് 3 ജഡ്ജിമാരെ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. നമ്മുടെ MG ശ്രീകുമാർ, അതുപോലെ റിമി ടോമി, അതുപോലെ മധു ബാലകൃഷ്ണൻ, ഇവരെ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. ഇവരുടെ ജഡ്ജ്മെൻറ്റും ഇവരേതായുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുട്ടികളുടെ ഭാഗത്തേക്ക് കിടക്കാം, രക്ഷിതാക്കളുടെ ഭാഗത്തേക്ക് കിടക്കാം, അതുപോലെ തന്നെ ടോട്ടലായിട്ട് നമ്മുടെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് നമ്മുടെ MG ശ്രീകുമാർ ഇപ്പോൾ ഈ എപ്പിസോഡിൽ 3 കരിമീൻ വറുത്ത് കൊണ്ടുവന്നു. അദ്ദേഹം നല്ലൊരു കുക്കാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ കാണാറുണ്ട്. മട്ടൺ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ കരിമീൻ വറുത്ത് കൊണ്ടുവന്ന് മീനുട്ടിയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു, ഡൈൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു, ആ മൊയിലായിട്ട് വന്ന ആ കൊച്ചു കുട്ടിയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. വലിയ മനസ്സിന് ഉടമയാട്ടാ MG, പറയാതിരിക്കാൻ പറ്റില്ല. അതുതന്നെയല്ല, MG ഭയങ്കര ഒരു ഭാഗ്യവാനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് വാങ്ങിച്ച ഒരു ഗായകനാണ് നമ്മുടെ MG. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിൽക്കുന്ന ഒരുപാട് നല്ല പാട്ടുകൾ നമ്മുടെ സിനിമാ ലോകത്തിന് സംഭാവന ചെയ്ത വലിയൊരു ഗായകനാണ്. ശരിക്കും പറഞ്ഞാൽ MGയുടെ ഒരു നല്ല സമയമാണത്. കാരണം മോഹൻലാൽ നന്നായി കയറി വരുന്ന സമയം, മോഹൻലാലിൻ്റെ സുഹൃത്താണ് MG, ആ ഒരു കണക്ഷൻ, അതുപോലെ തന്നെ യേശുദാസ് കുറേശ്ശെ പിന്നാക്കം മാറിക്കൊണ്ടിരിക്കുന്ന സമയം, ഈ സമയത്തൊക്കെ MGയുടെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ വെച്ച് കേട്ടാലും നമ്മൾ ഞെട്ടി പോകുന്ന പാട്ടുകളൊക്കെ മൂപ്പര് പാടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് MGയുടെ കയ്യൊപ്പുള്ള ഒരു പാട്ടുകളാണ് അതൊക്കെ. അപ്പോൾ അതുപോലത്തെ പാട്ടുകൾ ഇപ്പോൾ മലയാള സിനിമയിൽ ഉണ്ടാവുന്നില്ല. അതിപ്പോൾ ഈ ഗായകരെ കുറ്റമായിട്ട് ഒരു കാര്യമില്ല. MG ഇപ്പോൾ പാടാത്തതിൻ്റെ കാരണത്തിന് അന്നെടുത്ത പോലെയുള്ള മ്യൂസിക് ഡയറക്ടർമാരോ അതുപോലെ തന്നെ എഴുത്തുകാരോ ഇന്നത്തെ കാലത്ത് ഇല്ല. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒന്ന് തല്ലിക്കൂട്ടി ആ ഒരു തിക്കും തിരക്കും ബഹളം മതി ഒരു പാട്ടെന്ന് പറഞ്ഞിട്ട്. ഒരു വാലും തുമ്പില്ലാത്ത പാട്ടുകളാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ടോപ്പ് സിംഗറിനെ ഇതുപോലെ സ്നേഹിക്കുന്നത്. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ എവിടെ നിന്നൊക്കെയോ തപ്പി പിടിച്ച് കൊണ്ടുവന്ന് അത്രയും മനോഹരമായിട്ട് കുട്ടികൾ പാടുമ്പോൾ അത് ആസ്വദിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സന്തോഷം അതാണല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് MGയുടെ കാര്യമാണ്. MG ഈ പണ്ടാര പറഞ്ഞ കണക്ക് ആദ്യമൊക്കെ ഭയങ്കര ഹാർഷായിട്ട് മൂപ്പര് കുട്ടികളോട് വളരെ ഇതായിട്ട് സംസാരിച്ച് ഒരു ചെറിയൊരു മൈന്യൂട്ട് ഇതുപോലും മൂപ്പര് വിടുമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മൂപ്പര് വളരെ സന്തോഷവാനാണ്. എന്താണെന്നറിയില്ല, കുട്ടികൾക്ക് വാരിക്കോരി മാർക്ക് കൊടുക്കുന്നു. പക്ഷെ തെറ്റ് കണ്ടാൽ മൂപ്പര് അത് അവിടെ അപ്പം പിടിക്കും. തെറ്റ് മൂപ്പര് ഒരു കാരണവശാലും മൂപ്പര് എത്ര നന്നായി പാടുന്ന ആൾക്കാർ പിന്നെ പാടാൻ വന്നിട്ട് കുട്ടികളിങ്ങനെ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അത് അപ്പം ചൂണ്ടി കാണിക്കും. അത് MGക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നന്നായി പാടുന്ന കുട്ടികൾ വന്ന് എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചാൽ അത് MGക്ക് സഹിക്കില്ല. MG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിന് വേണ്ടി, സംഗീതത്തിന് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ഒരു ജന്മമാണ് MGയുടെ എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനൊരു പ്രോഗ്രാം കിട്ടിയത് MGയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു പ്രോഗ്രാം കിട്ടിയത് കൊണ്ടാണല്ലോ MG ഇത്രയും സുന്ദരനായിട്ടിരിക്കുന്നത്. നമ്മൾ MGനെ കണ്ടു തുടങ്ങിയിട്ട് സീസൺ 5 ആയി. സീസൺ 4 വരെ കണ്ടിട്ട് സീസൺ 5 കാണുമ്പോഴും നമുക്ക് MGനെ കാണുമ്പോൾ ഒരു അരോചകത്വം വരുന്നില്ല. കാരണം എന്താണെന്നറിയില്ല അതിൻ്റെ ഒരു മേജിക്ക്. MGനെ കാണുമ്പോൾ നമുക്ക് MG ഇല്ലെങ്കിലും നമുക്ക് വലിയ വിഷമം. ഒരു മാസം MG പോയപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. MG ഇല്ല, അവിടെ എന്തൊക്കെയാണെന്നോ നാഥനില്ലാത്ത വട്ടക്കളി നടന്നു അവിടെ. പക്ഷേ MGനെ കണ്ടിട്ട് നമുക്ക് മടുപ്പ് വരില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. ഒരു പ്രേക്ഷകനും MGനെ കണ്ടിട്ട് മടുത്തു എന്ന് പറയില്ല. പറയുമ്പോൾ ശരത്തിനെ കുറേ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് മടുത്തു, ഇതിന് കുറച്ച് ആളുകൾക്ക് മാറ്റിക്കോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അത്രയും പോലും MGനെ കണ്ടാൽ തോന്നില്ല നമുക്ക്. MGനെ നമ്മൾ സരിഗമ ഏഷ്യാനെറ്റിലുള്ള കാലം മുതൽ അതിനേക്കാളും മുമ്പുള്ള കാലം, എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്ക് MG വന്ന ഉടനെയൊക്കെ ഉള്ള നമുക്ക് പരിചയം. പക്ഷെ അന്നോട്ട് ഇന്ന് വരെ ഏത് പ്രോഗ്രാം മൂപ്പരെ ഹാങ്കർ ചെയ്താലും മൂപ്പരെ നമുക്ക് ഒരു അരോചകത്വം തോന്നില്ല. അതാ പുഞ്ചിരി, ചിരിക്കുട്ടൻ എന്നുള്ളൊരു പേര്, അതേപോലെ 10,000 രൂപ എന്ന് പറയുമ്പോൾ അത് ആളെ ഒരുപാട് ആൾക്കാർ ട്രോളി, അതൊക്കെ മൂപ്പരെ ആസ്വദിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും കുട്ടികൾക്ക് എന്നും ഒരു ഗിഫ്റ്റാണ് MG ശ്രീകുമാർ ഈ പ്രോഗ്രാമിൽ എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ MG ഇല്ലെങ്കിൽ ഈ ടോപ്പ് സിംഗർ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. MGയുടെ ശിക്ഷണത്തിൽ വളർന്ന ഇപ്പോൾ ഒരു തലമുറയെ വളർത്തി കൊണ്ടുവരാണ് MG ചെയ്യുന്നത്. അതിന് MGക്ക് ഒരു നല്ല കൈയ്യടി കൊടുക്കാം.
അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ജഡ്ജസിലേക്ക് കടക്കാം. മധു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണ്, നല്ലൊരു ഗായകനാണ്. യേശുദാസിൻ്റെ ശബ്ദത്തിൻ്റെ തൊട്ട് പിറകിൽ നിൽക്കുന്ന ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലി, അദ്ദേഹത്തിൻ്റെ വോയിസിൻ്റെ കൺട്രോളിങ് നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമ മധു ബാലകൃഷ്ണനെ വേണ്ട വിധം ഉപയോഗിച്ചിട്ടില്ല. കാരണം അത് മലയാള സിനിമയുടെ ഒരു ശാപ. നല്ലോണം പാടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിമേനോൻ ഇവിടുന്ന് മലയാളത്തിൽ നിന്ന് പോയുള്ള ഒരു വ്യക്തിയാണ്. എന്ത് നല്ല പാട്ടുകൾ പാടിയുള്ളതാണ് ഉണ്ണിമേനോൻ. അതിൻ്റെ തമിഴിൽ പോയിട്ട് മൂപ്പര് അത്ര ഹിറ്റുകൾ പാടി. അതേ ഒരു ഗതിയാണ് ഈ മധു ബാലകൃഷ്ണന്. മധു ബാലകൃഷ്ണൻ ഇവിടെ ഒന്നും നിൽക്കുന്ന ഗായകനല്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, മലയാളം തഴയണവരൊക്കെ, കഴിവുള്ള കലാകാരന്മാരെ തഴഞ്ഞു കളയാന്ന് പറയും. മധു ബാലകൃഷ്ണൻ്റെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യേശുദാസിൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതേ ഒരു ട്യൂണിലും അതേ ഒരു ഭാവത്തിലും നമുക്ക് കേൾക്കാൻ പറ്റാവുന്ന ഒരു ഗായകനാണ്. അതിപ്പോൾ ഈ ഇതിൽ തന്നെ മൂപ്പര് പറയണ്ടല്ലോ, ഇവർ പാടുണ്ടല്ലോ, പുട്ടിന് പീരിടണ പോലെ ഇടയ്ക്ക് മധു ബാലകൃഷ്ണൻ ഓരോ പാട്ടുകൾ കലക്കുന്നുണ്ട്. അതൊരു നമുക്ക് ഭയങ്കര ആസ്വദിക്കാൻ പറ്റിയ പാട്ടുകളാണ്, ഗംഭീര പാട്ടുകളാണ്. അപ്പം മധു ബാലകൃഷ്ണന് നമുക്കൊരു നല്ലൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. പിന്നെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മധു ബാലകൃഷ്ണൻ ഒരുപാട് മുന്നിൽ നിൽക്കുന്നുണ്ട്. കുട്ടികളോട് അത്രയും മനോഹരമായിട്ട് പെരുമാറുന്നു, അതുപോലെ തന്നെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ ടോപ്പ് സിംഗർ ഇത്രയും വലിയൊരു വേദിയിൽ ശരിക്ക് പറഞ്ഞാൽ ഒരു ആപ്റ്റായുള്ള ഒരു ജഡ്ജിന് മധു ബാലകൃഷ്ണൻ എന്തും അത് ആളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കുട്ടികളെയും വിഷമിപ്പിക്കാണ്ട് എന്നാൽ പറയേണ്ടതൊക്കെ പറഞ്ഞ് MGയുടെ പോലെ എല്ലാവരും മനസ്സിലാക്കി കൊടുക്കാനായിട്ട് മുൻപിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ആ മധു ബാലകൃഷ്ണന് നമുക്കൊരു കയ്യടി കൊടുക്കാം. ഇനിയുള്ളത് നമ്മുടെ റിമി ടോമിയാണ്. റിമി ടോമി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യതാരമാണ്. ഭാഗ്യതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സ് ഇപ്പോഴും വിട്ടുപോകാത്ത ഒരു കുട്ടിത്തമുള്ളൊരു ഗായികയാണ് നമ്മുടെ റിമി ടോമി. കാരണം ശരിക്കും പറഞ്ഞ ഗാനമേളയിലൊക്കെ വന്നിട്ട് ഇതുപോലെ അടിച്ചു പൊളിച്ച് ഇതുപോലെ ഈ സിനിമാ പാട്ട് പാടാനും അതുപോലെ തന്നെ പാടുന്നതിനനുസരിച്ച് പെർഫോം ചെയ്യാനും ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് റിമി ടോമിനെ കാണുമ്പോൾ. എന്തും വെട്ടി തുറന്ന് പറയാനുള്ളൊരു നല്ലൊരു മനസ്സിനുടമയാണ്. ഒരൊറ്റ കുട്ടികളെ പോലും മാനസികമായി ബുദ്ധിമുട്ടിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യില്ല. ഇതിൽ ഏറ്റവും വലിയൊരു എനിക്ക് അത്ഭുതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമി ടോമി എങ്ങനെ ഇത്രയും സുന്ദരിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും പ്രായമായി എന്നിരുന്നാലും നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് റിമി ടോമിയുടെ കല്യാണത്തിന് തൃശ്ശൂരാണ് മൂപ്പരെ കല്യാണം നടന്നത്. അത് ലൂർദ് പള്ളിയിലാണ് മൂപ്പരെ വിവാഹം നടന്നത്. അന്ന് ലൂർദ് പള്ളിയിൽ വിവാഹത്തിന് ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആഡംബര കല്യാണമാണ്. ലൂർദ് പള്ളിയിൽ അവിടെ ഗംഭീര തിരക്കാണ്. അപ്പം നമ്മളെ ക്ഷണിച്ചിട്ടൊന്നല്ലാണ്ട് പോയി. റിമി ടോമി കേട്ടാലും കുഴപ്പമില്ല. അന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ അന്ന് റിമി ടോമി ഇത്ര സുന്ദരി അല്ലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ഭാഗ്യ സൗന്ദര്യം എന്ന് പറയാൻ പോലും ഇല്ല. ഒരു തടിച്ചിട്ട് ഒരു ഉണ്ട എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്പോൾ ആ കെട്ടണ നേരത്തൊക്കെ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സംഗതി കെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ അവിടെ നിന്ന് തന്നെ ആൾക്കാർ വേഗം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കാണ്ട് ചെന്നതാ. ഇതുപോലെ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് ക്ഷണിക്കാണ്ട് പോയിൻ്റെ അറിയാം. പക്ഷേ റിമി ടോമിയുടെ കല്യാണത്തിന് ചെന്നിട്ട് എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കിട്ടി. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അടിപൊളി കല്യാണമാണ്. അതിൽ എന്തെല്ലാം ഇറച്ചികളെ നമ്മൾ കാണാത്ത സൈസ് ഇറച്ചികൾ, അതുപോലെ തന്നെ ആ വെപ്പ് ഗംഭീര കല്യാണമായിരുന്നു. ഗംഭീര കല്യാണം എന്ന് പറഞ്ഞാൽ അടിപൊളി കല്യാണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭക്ഷണമൊക്കെ അടിപൊളിയായി കഴിച്ചു. അങ്ങനെ റിമി ടോമിനെ യാത്ര ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. റിമി ടോമി അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ റിമി ടോമി വിളിക്കാത്ത സദ്യക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ വിവാഹം നിലനിന്നില്ല അല്ലേ, അത് ശരിയാ. പക്ഷേ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. റിമി ടോമിയുടെ ആ വിവാഹബന്ധം ഏർപ്പെടുത്തിയതിന് ശേഷം റിമി ടോമിക്ക് ഒരുപാട് സൗന്ദര്യം കൂടി, ഒരുപാട് തടി ഉണ്ടായിരുന്നു, തടി കുറച്ചു, ഒരുപാട് മുഖത്തിന് ഒരുപാട് ഭംഗി കൂടി, നല്ലൊരു സ്റ്റാർ. ഇതിനു മുമ്പ് തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നായികയായിട്ട്. അതിനും മുമ്പ് ഈ തടിയും കൊണ്ട് തന്നെ അഭിനയിച്ചത്. പക്ഷെ അതിന് ശേഷം ഈ വിവാഹബന്ധം ഏർപ്പെടുത്തിയതിന് ശേഷം റിമി ടോമിക്ക് ഒരു സമാധാനം കിട്ടിയെന്ന് തോന്നുന്നുണ്ട്, ഒരു സന്തോഷം കിട്ടിയെന്ന് തോന്നുന്നുണ്ട്, ഒരു ഹാപ്പിനെസ് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. അതിന് ശേഷം മൂപ്പര് ഭയങ്കര ചൊറുക്കും ഭയങ്കര ഈ ഫ്ലോറിലേക്ക്, ഈ ടോപ്പ് സിംഗർ ഫ്ലോറിലേക്ക് എന്തുകൊണ്ടും നമുക്ക് തുടക്കത്തിൽ അത്രയാണ് തോന്നിയോടുന്നില്ല. പക്ഷേ ഇപ്പോൾ പോകെ നമുക്ക് റിമി ടോമിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മൂപ്പര് കുട്ടികളെടുത്തും
വലിയവരുടെ അടുത്തൊക്കെ പെരുമാറുന്നത്. റിമി ടോമിക്ക് 3 കാമുകന്മാരാ ഈ പാട്ട് പാടാൻ വരുന്നതിൽ. ഒന്ന് അണ്ണൻ, ഒന്ന് ആര്യൻ, പിന്നെ ഒരു വേറൊരു പയ്യൻ. അപ്പോൾ 3 കാമുകന്മാരാ. ആ 3 കാമുകന്മാരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ ഉത്തരവാദിത്വം റിമി ടോമിക്കാണ്. റിമി മോളെ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് നമ്മളിപ്പോൾ മനസ്സിൽ നമ്മൾ യൂഷ്വലായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കുട്ടികളോട് റിമി ടോമിനെ ഓരോ കുട്ടികൾ ഗായകരായിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഒരു വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജഡ്ജിമാരും ഈ മത്സരാർത്ഥികളും എന്നുള്ളൊരു അകലം കുറയ്ക്കാൻ വേണ്ടി അവരതിൻ്റെ മുമ്പിലുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കും, തമാശ പറയും, ചിരിക്കും, അവരായിട്ട് അത്രയധികം സോഷ്യലായിട്ട് ഇടപെടും. അപ്പോൾ അവരെ കുട്ടികളുടെ മനസ്സിലുള്ള ആ ഭയം നഷ്ടപ്പെടുക. അവർ നന്നായി പാടാൻ വന്ന ആൾക്കാർ അതിനേക്കാളും ഗംഭീരമായിട്ട് പാടുക. അതിന് ഈ ജഡ്ജസ്മാർ ഇവരോട് ഇതുപോലെ മിങ്കിൾ ചെയ്ത് നിൽക്കണം. അതിനൊരു 3 പേരും ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ റിമി ടോമി എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര സാധനമാണ്. അതുപോലത്തെ ഒരു പെൺകുട്ടി ഇനി വളർന്നു വരാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇണങ്ങിയിട്ട് നന്നായി പാടുകയും ചെയ്യും, നന്നായി അഭിനയിക്കുകയും ചെയ്യും. കുട്ടിത്തം നിറഞ്ഞ സംഭാഷണമാണ്. അതുപോലെ തന്നെ ഈ റിമി ടോമിനെ കാണുന്നത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. 1.5 മണിക്കൂർ നമുക്ക് അത് അവിടെ ഇരുന്ന് ചിരിച്ചാൽ മതി, അതെന്തെങ്കിലും കാണിച്ചാൽ മതി, കയ്യിൻ്റെ ആക്ഷൻ കാണിച്ചാൽ മതി. എല്ലാം കൊണ്ടും നമുക്കതൊരു പ്രത്യേക അനുഭവമാണ് നമുക്കത് കാണുമ്പോൾ. എന്തായാലും റിമി ടോമിനെ ജഡ്ജിയായി കൊണ്ടുവന്ന ടോപ്പ് സിംഗറിന് എൻ്റെ അഭിനന്ദനങ്ങൾ. തുടക്കത്തിൽ എനിക്ക് അത്രയായിട്ട് തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് റിമി ടോമിനെ കാണാണ്ടിരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി കഴിഞ്ഞു. അപ്പോൾ റിമി ടോമിയുടെ സൗന്ദര്യം ഇതൊരു കൊല്ലം കഴിഞ്ഞ് ടോപ്പ് സിംഗർ നിർത്തുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഐശ്വര്യ റോയ് ആയിട്ട് മാറട്ടെ. അതുപോലെ തന്നെ പാട്ടിൽ നിന്ന് സിനിമയിൽ അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 3 ജഡ്ജിമാരെ നമ്മളിപ്പോൾ വിലയിരുത്തി. പിന്നെ നമുക്കിനി വിലയിരുത്താനുള്ളത് 2 പേരാണ്, മീനുട്ടി, നമ്മുടെ ഡെയിൻ. അവരെ പറ്റി പറയാൻ ചെന്നിയ ഡെയിനെ പറ്റി പറയാൻ ചെന്നിയ എന്തായാലും തൃശ്ശൂരിൻ്റെ മാനം കാത്തു ഡെയിൻ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ പോണ എപ്പിസോഡിലൊക്കെ ഡെയിൻ അടിച്ച് പൊളിക്കുക. ഡെയിൻ്റെ 2-3 പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും കാര്യമില്ല കേട്ടോ. നല്ല ശമ്പളം നല്ലെന്ന് പറയും, അതൊന്നും കാര്യമില്ല. ഡെയിൻ അഭിനയത്തിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഈ ആഴ്ചയിൽ വന്ന ഒരു പാട്ടിൽ മൂപ്പര് സ്റ്റെപ്പ് വെച്ചു നമ്മുടെ ശ്രീനിവാസിൻ്റെ. അപ്പോൾ ആ പാട്ടിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനോഹരമായിട്ടാണ് മൂപ്പര് ശ്രീനിവാസൻ കളിച്ചേക്കാളും ഗംഭീരമായിട്ട് മൂപ്പര് കളിച്ചു. അതെന്താണ് അതിൻ്റെ രസം. അതിനനുസരിച്ച് തന്നെ മീനൂട്ടിയും കളിച്ചു. അതൊക്കെ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ്. നമുക്ക് പ്രേക്ഷകർക്ക് തന്നെ ഒരുപാട് സന്തോഷം തരുന്ന, പ്രേക്ഷകരെ വീണ്ടും വീണ്ടും ടോപ്പ് സിംഗറിലേക്ക് ആകർഷിക്കുന്ന. അപ്പോൾ അവരങ്ങനെ ഒരു ഡാൻസ് കളിച്ചപ്പോൾ നമ്മൾക്ക് മീനേനെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീനിവാസിനെ നമുക്ക് ഓർമ്മ വന്നത്. ശ്രീനിവാസിൻ്റെ അതേ സ്റ്റെപ്പ് അതേപോലെ എടുത്തുകൊണ്ട് അവർ നിമിഷ നേരം കൊണ്ടാണ് കളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ല. പറയണ കാര്യങ്ങളെല്ലാം നല്ല അസലായിട്ട് പറയണ കാര്യങ്ങൾ മാത്രം ഇവർ സംസാരിക്കുന്നു. അതുപോലെ തന്നെ മീനുട്ടിയും ഡെയിനും തമ്മിൽ നല്ല കോമ്പിനേഷനായിട്ടുണ്ട്. അത് പ്രോഗ്രാമിനെ ഒന്നും കൂടി മാറ്റുമായിരിക്കും. സ്വർണത്തിന് സുഗന്ധം കൂടി കിട്ടിയാലോ എന്ന് നമ്മൾ പറയുന്ന പോലെ അതിനൊരു സുഗന്ധമുണ്ട്. അതുകൊണ്ട് അത് ഭംഗിയായിട്ട് തന്നെ ഒരു കോംബോ ആയിട്ട് തന്നെ പോണതിൽ നമുക്ക് വളരെ 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 സന്തോഷമാണ്. പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഈ ആഴ്ച നമ്മുടെ ആര്യൻ്റെ ഒരു വരവ് വന്നു. നിർത്താണ്ട് ആരും പോകുന്നവരെ നിർത്താണ്ട് ചിരിച്ച ഒരു എപ്പിസോഡായിരുന്നു അത്. ഇത്രയും മനോഹരമായ എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയാം. അത്രയും മനോഹരം. അതിൽ നമ്മുടെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ MG ശ്രീകുമാർ ഗംഭീര പെർഫോമൻസാണ് കാണിച്ചിട്ട് അതിനോട് നിനക്ക് വേറെ സ്റ്റേജ് ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് നോക്കോ. അവ പറഞ്ഞാൽ ചെറിയ ഇവിടെ പ്രേക്ഷകരില്ല, എൻ്റെ അവിടെ നാട്ടിൽ കളിക്കാൻ ഇഷ്ടം പോലെ പ്രേക്ഷകർ കാണാണ്ട്, ഇവിടെ പ്രേക്ഷകരില്ല, ഞാൻ പൊക്കോളാം, നീ പൊക്കോ, നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോംബോ ഗംഭീരമായിട്ടുണ്ട്. പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരിൻ്റെ മുഖഭാവം നമ്മൾ കാണണം. നമുക്ക് പാവം തോന്നും, അത്രയധികം നമ്മളെ പാവം തോന്നും അവൻ്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ. അപ്പം വലിയൊരു നടനാവും, വലിയൊരു ഗായകനാവും. നല്ല ആ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ആ മകൻ. ഇന്നവരെ ടോപ്പ് സിംഗറിൽ വന്നിട്ട് നമ്മൾ ഇത്രയധികം ചിരിപ്പിച്ചുള്ള ഒരു മത്സരാർത്ഥി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെയാണ് MG ശ്രീകുമാറും മറ്റുള്ള ആ ആര്യനായിട്ടുള്ള ഒരു കോംബോ നമ്മൾ നടന്നത്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണ കോമഡിയാണ്. നമ്മൾ കമന്ന് കിടന്ന് ചിരിച്ച് മണ്ണ് കപ്പിപ്പോയി ആ എപ്പിസോഡിൽ. എന്നാ കലക്കണമെന്ന് അറിയാമല്ലോ. അത് ഇതൊന്നും തിരക്കഥയല്ല, ഇതൊക്കെ ആ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന വരുന്ന ആ സംഭവങ്ങൾ പറയണതാണ്.
അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ആര്യൻ്റെ എപ്പിസോഡ് അതൊരു മുതൽക്കോട്ട് തന്നെയാണ്. നമ്മുടെ തങ്കലിപികളിൽ എഴുതി വെച്ചോളൂ ടോപ്പ് സിംഗർ, അടിപൊളി. പിന്നെ അണ്ണൻ ഒരു രക്ഷയില്ലാത്തൊരു പയ്യനത്, എന്താന്ന് നോക്കി. അതുപോലെ തന്നെ ആര്യൻ്റെ ഹെഡ് മാഷും അവരെ മാഷുമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ പയ്യന് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. നമ്മളെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 4 വരി പാടാൻ നമുക്ക് പറ്റില്ല. ഇപ്പം പറ്റില്ല 4 വരി പാടാൻ. പിന്നെയാണ് ചെറുപ്പത്തെ കാര്യം പറയണത്. മറ്റൊക്കെ ഹെഡ് മാഷൊക്കെ വന്ന് ഇതുപോലെ വേദിയിൽ അവനെക്കുറിച്ച് ആ നാട്ടുകാരൊക്കെ അവനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുക. കാരണം എന്താണ്, നമ്മുടെ ഹെഡ് മാഷും ക്ലാസ് ടീച്ചറൊക്കെ നമ്മളെ ചോറിലെടുത്ത് അടിച്ചിട്ട് ഓടിച്ചിട്ടുണ്ട് സ്കൂളിൽ പോകാണ്ട്. അപ്പോൾ ഇവ സ്കൂളിൽ നന്നായി പഠിക്കുന്നു പറയണ്, ഇവിടെയും നന്നായി പാട്ട് പാടണ്, നമ്മളൊക്കെ എൻജോയ് ചെയ്യുന്നു. അത് അടിപൊളിയല്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ അണ്ണൻ എന്ന് പറഞ്ഞ MG ശ്രീകുമാറിൻ്റെ അണ്ണൻ, അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആൾക്കാരെ സ്നേഹം, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനം തോന്നും. ഇപ്പോഴത്തെ തലമുറ എത്ര ഗംഭീരമായിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ വളർന്നു വരുന്നത് എന്നുള്ള ആലോചിക്കുക. പഠിപ്പിലും പാട്ടിലും സംഗീതത്തിലും. പാട്ട് പാടാൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അത് എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരില്ല. ചിലപ്പോൾ അഭിനയിക്കാൻ കഴിഞ്ഞൊന്നും വരും. 10 പ്രാവശ്യം അഭിനയിച്ച് ചിലപ്പോൾ 14 പ്രാവശ്യം ശരിയാവും. 10 പ്രാവശ്യമല്ല 100 പ്രാവശ്യം പാടിയാലും ചിലപ്പോൾ പാട്ടിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇല്ലാണ്ട് നമുക്ക് പാടാൻ കഴിയില്ല. ഞാൻ പാട്ടിൻ്റെ വലിയൊരു ആസ്വാദകനാണ്, പക്ഷെ പാടാൻ കഴിയില്ല. അതിൻ്റെ ഒരു സങ്കടം നമുക്ക് വല്ലാണ്ടുണ്ട്. നമ്മൾ പാടി കഴിഞ്ഞ് അടുത്തുള്ള എരുവുകളൊക്കെ കയറ് പൊട്ടിച്ച് പോകും. അതുകൊണ്ട് പാട്ടിനെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു, പാട്ടുകാരെ ഇഷ്ടപ്പെടുന്നു, ഗായകരെ ഇഷ്ടപ്പെടുന്നു, ഗായികമാരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ പിന്നെ ഇടയ്ക്ക് നമ്മുടെ ജഡ്ജിയായിട്ട് ഗായത്രി വരുന്നുണ്ട്. പാവമാണ് കേട്ടോ അത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർകാരിയാണ്, നമ്മുടെ അശോകൻ ഡോക്ടറെ മകളാണ്. ഗിരിജ തീറിൻ്റെ അടുത്താണ് അവരുടെ വീട്. നമ്മളൊക്കെ അറിയണതാണ്. ഒരു ഇത്രയും പൈസയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും, അച്ഛൻ വലിയൊരു ഡോക്ടറാണ്, അമ്മയും ഡോക്ടറൊക്കെ ഉണ്ടായിട്ടും അതുപോലെ തന്നെ ഗംഭീര ഗായികയാണ് അത്. അപ്പോൾ ഗസലാണ് മൂപ്പര് ഏറ്റവും വലിയ ഇത്. ഇടയ്ക്ക് ആ വരുന്നത് നമുക്ക് നല്ലതാണ്. നല്ല വോയിസിൽ നല്ല ബ്രീത്ത് എടുത്തിട്ട് പാട്ട് പാടും. അതുപോലെ തന്നെ കുട്ടികളോട് മനോഹരമായി സംസാരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ജഡ്ജിയാണ് ഗായത്രി. തൃശ്ശൂർകാരി ആയതുകൊണ്ട് പറയണല്ല. അപ്പോൾ അത് ഒരു സൗമ്യ സ്വഭാവമാണത്. അതൊരു ഭയങ്കര അതൊക്കെ ഒരു വലിയൊരു മനസ്സിന് ഉടമകളൊക്കെ നടക്കുള്ളൂ. നമുക്കൊന്നും ചിലപ്പോൾ നടന്നു വരില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ആഴ്ചയിൽ നമ്മൾക്ക് നല്ല നല്ല പെർഫോമൻസ് കാണിച്ചു. അതുപോലെ തന്നെ ദേവാനന്ദ് എന്ന് പറഞ്ഞുള്ള കുട്ടി, അതുപോലെ തന്നെ ആര്യൻ, അതുപോലെ തന്നെ അന്ന എന്ന് പറഞ്ഞ കുട്ടീൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വിശദമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ അന്നയുടെ 2 അമ്മമാരാന്ന് പറഞ്ഞിട്ട് ഇരട്ടകൾ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ MG ശ്രീകുമാർ ശരിക്കും കൊടുത്തു. നിങ്ങൾ ഈ വന്നിരിക്കുന്ന ആൾക്കാർ ലൈവായിട്ട് പാട്ട് കാണാം. വെറുതെ പാട്ട് പാടുന്ന മത്സരാർത്ഥിനെ നിങ്ങൾ വഴിതെറ്റിക്കാൻ പാടില്ല. ആ കുട്ടി പാട്ടിയ പാട്ട് മുഴുവൻ കൊളായി. നമുക്കത് ആദ്യം മനസ്സിലായി. ഇത്രയും ടോപ്പ് സിംഗർ ഇത്രയും പാട്ടുകൾ പാടി ഉയർന്നു പോകുമ്പോൾ ഇവരെന്നെ ഈ വീട്ടുകാരെന്നെ വന്നിരുന്നിട്ട് ഈ കുട്ടികളിങ്ങനെ തളർത്താന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം, അത് വിഷമമുള്ള കാര്യം. അത് MG ശ്രീകുമാർ മനസ്സിലാക്കി. നിങ്ങളിരിക്കുന്നവിടെ തന്നെ ഒരു കറക്റ്റാണെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്സരാർത്ഥികൾ പാടുമ്പോൾ ചില മത്സരാർത്ഥികൾക്ക് നമുക്ക് വീട്ടുകാർ വന്നിരിക്കുന്നതും അവർ എൻജോയ് ചെയ്യുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും ചില മത്സരാർത്ഥികൾ വലിയ ഇഷ്ടമാണ്. പക്ഷേ ചില മത്സരാർത്ഥികൾക്ക് വീട്ടുകാർ വന്നിരിക്കുന്നത് ഭയങ്കര അരോചകം. അവർക്ക് പേടിയും ഭയമാണ്. ഇനിയിപ്പോൾ തെറ്റി കഴിഞ്ഞാൽ അവരെന്ത് പറയാമെന്ന് ആലോചിച്ചത്. പിന്നെ അവർ ഈ മത്സരാർത്ഥികളുടെ അമ്മയും അച്ഛനും മറ്റുള്ള ആൾക്കാർ ഇരിക്കുന്നത് ആകെ പേടിച്ചിട്ടായിരിക്കുന്നത്. എൻ്റെ മക്കൾ പാടുന്ന പാട്ട് തെറ്റി പോവോ, പാട്ട് നിർത്തി പോവോ, അല്ലെങ്കിൽ വരികൾ തെറ്റുമോ, അതിൻ്റെ സംഗതികൾ ഇല്ലാണ്ടായി പോകുമോ എന്നുള്ള ഭയങ്കര ഭയത്തിലവരിക്കുന്നത്. ഇപ്പോഴാണ് ഈ സീസണിലേക്കാന്ന് തോന്നുന്നുണ്ട് എല്ലാ മത്സരാർത്ഥികളുടെ ബന്ധുക്കളെയും അച്ഛനെയും അമ്മേനെയൊക്കെ അവർ ഗാലറിയിൽ കൊണ്ടുവരിക്കുന്നത്. അതല്ലെങ്കിൽ എവിടെയോ ഒരു റൂമിൽ ഇരുത്തിയിട്ടാണ് കാണുന്നത്. പാട്ട് അവർ TV-യിലാണ് കാണിക്കാറ്. പക്ഷേ ഇവർ ലൈവായിട്ടിരുന്ന് കാണുക. ഈ ലൈവായിട്ടിരുന്ന് കാണുന്നതിൽ ഗുണമുണ്ട് ദോഷമുണ്ട്. എന്നിരുന്നാലും ഇവർ ഈ അന്നയുടെ വീട്ടിൽ നിന്ന് വരുന്ന 2 ഡബിൾ ആയിട്ട് വരുന്നവർ സ്ക്രീൻ പേസിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്ന കാര്യം. ഒരേപോലത്തെ ഡ്രസ്സ് ഇടുക. അപ്പോൾ ഈ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് അവരെ മുമ്പിലേക്ക് പോവുക. അത് കഴിഞ്ഞ് ഈ കുട്ടിയുടെ അടുത്തേക്ക് വരിക. കുട്ടിയുടെ അടുത്ത് കുട്ടി അവരെ നോക്കിക്കൊണ്ടിരിക്കുക. അവർ ആക്ഷൻ ഇങ്ങോട്ട് കാണിക്കുക, കുട്ടിയുടെ ആക്ഷൻ അങ്ങോട്ട് കാണിക്കുക. ഇതൊക്കെ കാണുമ്പോൾ അതോടുകൂടിയിട്ടാണ് ഈ പാട്ട് ഡൗണായി പോണത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൻ്റെ മത്സരാർത്ഥികൾ വരുമ്പോൾ ഈ 2 ഡബിൾ അല്ലാണ്ട് അവരുടെ വീട്ടിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇനിയുള്ള എപ്പിസോഡിൽ അവരാരെങ്കിലും കൊണ്ടുവരുന്നത് ഈ ഡബിളുകളെ സ്ക്രീൻ പേസിന് വേണ്ടിയിട്ട് കൊണ്ടുവരുത്തിയിട്ട് ഷോ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതല്ല ഗായകർ, അതല്ല പാട്ട്, അതല്ല അവർ കാണിക്കുന്നതല്ല പാട്ട്. അത് ഇവിടെ ഈ കുട്ടികൾ കാണിക്കുന്ന പെർഫോമൻസ് കാണാൻ നമ്മളിരിക്കുന്നത്. അവരെ മുഖത്തോണ്ടുള്ള അഭിനയം നമുക്ക് കാണേണ്ട യാതൊരു ആവശ്യമില്ല, കാണേണ്ട കാര്യമില്ല. അത് ക്യാമറ ഒപ്പിയെടുക്കുന്നത് നമ്മൾ കാണിക്കും വേണ്ട. അപ്പോൾ അതുകൊണ്ട് MG ശ്രീകുമാർ പറഞ്ഞ പോലെ അവരെ മുമ്പിൽ ഒരു കർട്ടൻ ഇടുക. ഈ അവരെ കുട്ടികൾ പാടുന്നത് ഇവരെ കാണണ്ട. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ പ്രാവണ എമ്മർക്ക് പിന്നെ ഈ ഓഡിയൻസ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു
ഇതുണ്ട്. ഈ ഓഡിയൻസ് ചോയ്സിൽ ഈ മത്സരാർത്ഥികളോട് പാടിച്ച് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അവരെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു പാട്ട് പഠിപ്പിച്ച് നമുക്ക് ഓഡിയൻസിന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് പാടിക്കേണ്ട കാര്യമില്ല. അവർ പഠിക്കിട്ട് നന്നായി പാടട്ടെ. അവർ പാടുന്ന ഇവിടെ സ്റ്റേജിൽ പാടുന്ന പാട്ട് നന്നായി പാടട്ടെ. നമുക്ക് ഈ ഗ്രൂമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു അവർക്ക് ട്രെയിൻ ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ട് അവിടെ. അവർ നല്ല ഗായകരാണ്. അവരൊരു ഓഡിയൻസ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഓരോ പാട്ട് പാടിപ്പിച്ചാൽ നമുക്ക് വലിയ സന്തോഷമായിരുന്നു. അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഈ കുട്ടികളൊക്കെ ഇതുപോലെ പെർഫോം ചെയ്യുന്നതിൽ അവരെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വിയർപ്പും അവർ ഒഴുക്കുന്നുണ്ട്, രാത്രിയും പകലും ഉറക്കുളച്ചിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ അംഗീകരിക്കേണ്ട ആൾക്കാരാണ്. അവരും നിങ്ങൾ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കണം. എന്താണ് ആ ആർട്ട് വർക്ക്, ഓരോ പാട്ടിൻ്റെയും ആർട്ട് വർക്ക് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീര വർക്കാണ് കാണിക്കുന്നത്. അത്രയും നല്ല LED ലൈറ്റ് കൊണ്ടും അതുപോലെ വിഷ്വൽസ് ചെയ്തിട്ടും അവർ കാണിക്കുമ്പോൾ അത് ഈ ഓരോ പാട്ട് പാടുന്ന ഓരോ മത്സരാർത്ഥികൾക്കും ഒരുപാട് ഇമ്പാക്റ്റും അതുപോലെ കാണുന്ന വിഷ്വലായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരുപാട് ബ്യൂട്ടി നമുക്കത് കിട്ടുന്നത്. ആ ബ്യൂട്ടി ചെയ്യുന്ന ആ കലാകാരന്മാർക്ക് ഇരിക്കട്ടെ ഒരു കൈയടി. ടോപ്പ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറിജിനൽ പാട്ട് പാടുമ്പോൾ പോലും ഇത്രയും പെർഫെക്ഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അതിനേക്കാളും പെർഫെക്ഷനായിട്ടാണ് ഇവർ മ്യൂസിക് ചെയ്യുന്നത്. ഉടക്കുഴലൊക്കെ വായിക്കുന്ന കേൾക്കുമ്പോൾ നമ്മൾ ഏതോ ഒരു ലോകത്ത് എത്തിയ പോലെ നമുക്ക് തോന്നണം പാട്ടിൻ്റെ. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ നുള്ളിക്കളയാനില്ലാത്ത രീതിയിലാണ് ഈ ടോപ്പ് സിംഗർ പോണത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇതിൻ്റെ അവസാനം എത്തുമ്പോൾ എന്താ സ്ഥിതി നമുക്കൊരു പിടുത്തമില്ല. എവിടെ എത്തും ഈ കുട്ടികളെന്നുള്ളത് നമുക്കിനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസും അതുപോലെ തന്നെ MG ശ്രീകുമാറും വേണുഗോപാലും മധു ബാലകൃഷ്ണനും റിമി ടോമിയും ചിത്രയും ഇതെല്ലാം ഇവരെ കാലം കഴിഞ്ഞാലും ഇനി ഇവിടെ വളർത്തിയെടുത്ത് അവരെല്ലാം സ്റ്റാൻഡാക്കിയിട്ടാണ് MG ശ്രീകുമാർ നമ്മളോട് വിട പറയുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നു. MG ശ്രീകുമാറിൻ്റെ സ്ട്രെയിൻ കാണുമ്പോൾ അത്രയധികം അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഈ ടോപ്പ് സിംഗറിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. വേറെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ടോപ്പ് സിംഗറിന് വേണ്ടി മാത്രം ഒരു പ്രാർത്ഥന പോലെ നിൽക്കുന്ന MG ശ്രീകുമാറിന് ഇരിക്കട്ടെ ഈ പ്രാവശ്യത്തെ ബിഗ് സല്യൂട്ട്. വീഡിയോ നീണ്ടു പോകണം. നമുക്ക് അടുത്ത റിവ്യൂവിൽ നമുക്ക് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ ടോപ്പ് സിംഗർ ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളതിന് അഡിക്റ്റ് ആവും. പിന്നെ ടോപ്പ് സിംഗർ കാണാണ്ട് നിങ്ങൾക്ക് ഉറക്കം വരില്ല. നിങ്ങളത് 2 പ്രാവശ്യം ടെലികാസ്റ്റ് ഉണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്. രാത്രിയും പകലും കാണുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് പോലും എനിക്ക് ബോറടിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആ പ്രോഗ്രാമിൻ്റെ മെറിറ്റ് നിങ്ങളൊന്ന് നോക്ക്. ഓക്കെ, ബൈ.